നടുറോഡിൽ വാഹനം നിർത്തി KSRTC ഡ്രൈവർ ഭക്ഷണം കഴിക്കാൻ പോയി. ഇന്നലെ രാത്രിയായിരുന്നു കട്ടപ്പനയിൽ നിന്ന് പുറപ്പെട്ട ബസ് കോന്നിയിൽ നിർത്തി ഡ്രൈവറും യാത്രക്കാരും ഭക്ഷണം കഴിക്കാൻ പോയത്. തിരുവനന്തപുരം സ്വദേശിയായ ഡ്രൈവറാണ് വാഹനം ഓടിച്ചിരുന്നത്. അപകടം ചൂണ്ടിക്കാട്ടിയിട്ടും ഡ്രൈവർ വണ്ടി മാറ്റിയില്ലെന്നും പരാതിയുണ്ട്. ഒരു പ്രമുഖ ഹോട്ടലിന് സമീപം റോഡിന്റെ സെൻട്രലായിട്ട് ഒരു KSRTCയുടെ ഫാസ്റ്റ് കട്ടപ്പനയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് സംസ്ഥാന പാതയുടെ സെൻട്രൽ അത് വളരെ അപകടകരമായിട്ട് രീതിയിൽ അത് പാർക്ക് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് കുറച്ച് യാത്രക്കാരോട് ഡ്രൈവറും കണ്ടക്ടറും ആഹാരം കഴിക്കാൻ ബസ്സിൽ കയറി തിരിച്ചവർ ഇറങ്ങുന്നത് വരെ ഞങ്ങൾ വീഡിയോ എടുത്ത് അത് കണ്ടിട്ട് വളരെ കൂളായിട്ട് ഡ്രൈവർ വന്ന് വണ്ടിയെടുത്ത് പോകുമായിരുന്നു. അതിൻ്റെ പുറകിൽ ഒരുപാട് വണ്ടികൾ ചാറ്റമഴയുള്ള സമയമാണ്. ആ സമയത്ത് ഒരുപാട് വണ്ടികൾ വന്ന് ബ്രേക്ക് ചെയ്തിട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ആ വണ്ടി കൊണ്ടുപോകുന്നത്. അതിൻ്റെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് വീഡിയോ എടുത്തത്. സാധാരണക്കാരെടുത്ത് വണ്ടി കൊണ്ട് റോഡ് എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് ഉടൻ പെറ്റിയടിക്കുന്ന അധികാരികൾ ഇത് കണ്ടിട്ടും കാണാത്ത ഭാഗത്തിൽ നിസ്സംഗ സമീപനമാണ് കാണിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേർന്നുണ്ട്. മിഥുൻ, വളരെയധികം ഗുരുതരമായൊരു വിഷയം തന്നെയാണ്. ഒരുപക്ഷെ മറ്റ് വാഹനങ്ങൾക്ക് അപകടകരമായേക്കാവുന്ന ഒരു സ്ഥിതിയിലേക്ക് വഴിമാറുമായിരുന്നു ഒരുപക്ഷെ. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു വിഷയം KSRTC മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? വിഷ്ണു, കട്ടപ്പന ഡിപ്പോയിലെ ബസ് ഇന്നലെ വൈകിട്ടാണ് സ്ഥിരം അപകട മേഖലയായ കോന്നിയിലെ സംസ്ഥാന പാതയിൽ കോന്നി ജംഗ്ഷനിൽ നിർത്തിയിട്ടിട്ട് ഡ്രൈവർ ആഹാരം കഴിക്കുന്നതിന് വേണ്ടി ഇറങ്ങിപ്പോയത്. ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു സംഭവം നടന്ന തൊട്ട് പിന്നാലെ തന്നെ സമീപത്തുള്ള ഓട്ടോ ഡ്രൈവർമാർ ഇത് അപകട മേഖലയാണ്, ഇവിടെ ബസ് നിർത്തി ഇറങ്ങിപ്പോകുന്നത് അപകടം കൂടുതൽ ഉണ്ടാകുന്നതിന് സാധ്യത ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡ്രൈവറെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ അത് പരിഗണിക്കാതെ വീണ്ടും ഡ്രൈവർ ഇറങ്ങി ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പോവുകയായിരുന്നു എന്നാണ് സമീപത്ത് ഉള്ള ഓട്ടോ ഡ്രൈവർമാർ അടക്കം ഈ സംഭവത്തിൽ പരാതി ഉന്നയിക്കുന്നത്. നടു റോഡിലാണ് ഈ വാഹനം നിർത്തിയിട്ടിരുന്നത് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. മറ്റ് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അപകട ഭീഷണി ഉയർത്തുന്ന രീതിയിലാണ് ഈ വാഹനം KSRTC ബസ് ഇവിടെ നിർത്തിയിട്ടിരുന്നത്. രാത്രി സമയമാണ്, അപകട മേഖലയാണ്, സ്ഥിരമായി അപകടം ഉണ്ടാകുന്ന സ്ഥലവുമാണ്. ഇങ്ങനെ സ്ഥിരം അപകട മേഖലയാണ് എന്നുള്ള കാര്യം നാട്ടുകാരും സമീപത്തുള്ള ഓട്ടോ ഡ്രൈവർമാരും ചൂണ്ടിക്കാണിച്ചിട്ടും അത് KSRTC ഡ്രൈവർ പരിഗണിച്ചില്ല എന്നുള്ള ഒരു പരാതി കൂടിയാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത്. ഈ ബസ് നിർത്തിയിട്ട് കൂടുതൽ സമയം കഴിഞ്ഞാണ് തിരിച്ചു വന്ന് എടുത്തുകൊണ്ട് പോയതും എന്ന് പറയുന്നത്. ആളുകൾ കുറവായിരുന്നു, ആളുകൾ ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇത് കട്ടപ്പന ഡിപ്പോയിലെ ബസ് ആണ്. തിരുവനന്തപുരം സ്വദേശിയായ ഡ്രൈവറാണ് വാഹനം ഓടിച്ചിരുന്നത് എന്നുള്ള കാര്യവും പുറത്തു വന്നിട്ടുണ്ട്. വിഷ്ണു, വ്യക്തമാണ്. മിഥുൻ മുരളിയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.